ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഏകദേശം സമയം ഒരു 6-6:30 ആയിട്ടുള്ളൂ. രാവിലെ തന്നെ ഞങ്ങൾ പോയത് കാറിൻ്റെ ടയറിൻ്റെ അലൈൻമെൻറ്റ് നോക്കാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 പരിപാടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. അടുത്ത ദിവസം വർക്ക്, നാളെയാണ് വർക്ക്. പിന്നെ എല്ലാവരെയും കൂട്ടി പോകണം, അതാണ് പ്ലാൻ. അപ്പം നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് നോക്കി നേരെ സുഡിയോക്കാണ് പോയത്. സുഡിയോക്ക് പോയപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് സുഡിയോ ക്ലോസ്ഡ് ആയിരുന്നു. 11 മണിയാവും തുറക്കുമ്പോൾ അവിടുത്തെ പയ്യെ പറഞ്ഞു. 11 o'clock open है, अभी open नहीं है. മൂഞ്ചസ്യ മോർണിംഗ് തന്നെ മൂഞ്ചസ്യ. സ്റ്റുഡിയോ അടച്ചിട്ടൊക്കെയാണ്, 11 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് വന്നപ്പോൾ ഏകദേശം 11 മണിയായി. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അവിടെ അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഗൈസ്. അത് കാരണം പിന്നെ ഞാൻ അധികം വീഡിയോ എടുത്ത് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല. ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ട ട്രാഫിക്, ഞാൻ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിക്കുമ്പോ അപ്പൊ ഈ ട്രാഫിക് ഒന്ന് സൗണ്ട് വരും. ഇപ്പൊ 2-3ാമത്തെ ടേക്ക് കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ നമുക്ക് ബാംഗ്ലൂരാണ് വർക്ക് ഉള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് പോവും. അപ്പോ ഞാൻ ആക്ച്വലി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഇട്ട് പോവാനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എടുത്ത് വരാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. എനിക്ക് നേരെ ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ മോർണിംഗ് മുതലും ഫേസ് ഒന്നും കാണിക്കാതിരുന്നത്. പിന്നെ ഫേസ് വാഷ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ഞങ്ങൾ മോർണിംഗ് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നു. സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഡ്രസ്സ് എടുത്തു. ഇനി ഇയാൾക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ ഞാൻ ഡ്രസ് എടുക്കാൻ 3 മണിക്കൂർ പിടിച്ചെടുത്തിയാണ്. 2 ഡ്രസ്സ് എടുത്തുള്ളൂ. ഞാൻ ഈ ടോപ്പ് ഇപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് വരുന്ന വഴിയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ. ഇയാളെ എപ്പോഴും ഷോപ്പ് ചെയ്ത് എത്ര മണിക്കൂർ ഞാൻ തന്നെ വെയിറ്റ് ചെയ്യാറുണ്ടോ. അത് ഭയങ്കര മോശമാണ്. സ്റ്റുഡിയോക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇരിക്കാൻ സ്പേസ് വേണം. അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ പോയിട്ട് അസ്ലം സിബിനെ, ജോയൽ ചേട്ടനെയും ഡ്രമ്മാനൊക്കെ പിക്ക് ചെയ്യണം. അവര് 3 ആളും കൂടി ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇനി അവിടെ വെച്ച് കാണിക്കാം അല്ലേ ബാക്കിയും. ഇയാളുടെ ഡ്രസ്സ് എടുക്കുമ്പം ബാക്കി വീഡിയോ എടുക്കാം. അപ്പൊ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗിലേക്ക്. ഇന്നത്തെ പ്ലാൻ അതാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അങ്ങനെ പുള്ളിക്കാരന് ഡ്രസ്സ് എടുക്കാനായിട്ട് എറണാകുളത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ കയറിയത്. ഇൻസ്റ്റയിൽ റീലിലൊക്കെ കണ്ട ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പം എന്നെ സ്റ്റുഡിയോയിൽ 2-3 മണിക്കൂർ വെയിറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ടൈം ആക്ച്വലി അവിടെ എടുത്തു. പിന്നെ അതാ കണ്ടില്ലേ, ഒരു 10-15 പാൻസും ഷർട്ടൊക്കെ ഇട്ടതിന് ശേഷം അടുത്ത ഷൂസ് നോക്കാൻ വേണ്ടി നടക്കുവാണ്. ഷൂസ് ആക്ച്വലി അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിൽ. ഇങ്ങനെ നേരെ ഓരോരുത്തരെ എടുക്കാൻ വേണ്ടി പോവാൻ. അങ്ങനെ ആദ്യം തന്നെ അസ്ലൂന് എടുക്കാനാട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കുറേ പിള്ളേർ വണ്ടിയുടെ സൈലൻസർ നോക്കിയിട്ട് ചേട്ടാ പൊട്ടിക്കുമോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ചായ കുടിക്കാൻ പോയിട്ട് ഞാൻ പാലും വെള്ളവും മുട്ട ബജിയാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ പോയത് അസ്ലൂൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചീപ്പുംചിറ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന യൂട്യൂബിൽ ഇടാമെന്ന് പറഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. ഈ ചേട്ടനാണ് ഇവിടെ വറവൊക്കെ ഇടുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മണിലാൽ. ഈ ചേട്ടനാണ് കേട്ടോ ഈ കട. ചീപ്പുംചിറത്ത് നമ്മളെ മെയിൻ ചായക്കടയാണത്. അനഘ പുത്തൂർ. കേട്ടില്ല? അനഘ പുത്തൂർ. അവിടെ നേരെ ജോയലിന് എടുക്കാനുള്ള പോക്കാണ്. പോണ വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ റോഡ് നല്ല ബ്ലോക്കായിരുന്നു ഈ ഘോഷയാത്രയൊക്കെ കാരണം. ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓ, അപ്പൊ വീഡിയോ ഉണ്ടാവും. എനിക്ക് തോന്നി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളങ്ങനെ ബാംഗ്ലൂർക്ക് പോവാണ്. ജോയലിനെ പാലിക്കൽ ടൗണിൽ അവിടെ ഇറക്കും.
അതെ റോഡ് കഴിഞ്ഞു അനു നിന്നെ കൊണ്ടോണില്ലേ അങ്ങനെ ഞങ്ങള് നേരെ ഭക്ഷണം കഴിക്കാനാണ് അടുത്ത് പോണേ. ആരും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരേക്ക്, അവിടെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. എന്നായില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേ. അപ്പൊ അവിടെ ബാക്കി വീഡിയോസ് എടുക്കാം. Guys, Joel is very excited ആണ്. First time he is traveling to Bangalore by road. എങ്ങനെയല്ലേ ജോയലെ താങ്കൾ എങ്ങനെയാണ് എക്സൈറ്റഡ് ബാംഗ്ലൂർ ഡേയ്സിൽ? ഒരാളുടെ മാത്രം ഫുഡ് വന്നിട്ടില്ല ഗൈസ്. 11ന്റെ ഫുഡ് വന്നു, പക്ഷെ അതെല്ലാരും കൂടെ ആക്രമിക്കുകയാണ്. ഒന്നും കേക്കില്ല പിന്നെ. കൊള്ളാല്ലേ? അടിപൊളി. ഹോട്ടലിന്റെ പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ. ഓക്കെ, ഡ്രാഗൺ ചിക്കൻ കൊള്ളായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങള് ഫോൺ കൊടുക്കില്ല, അവന്റെ ഫോൺ കൊടുക്കാനോ? ഇതാണ് കേട്ടോ ഷോപ്പിന്റെ പേര്. ഡ്രാഗൺ ചിക്കൻ വാസ് നൈസ്. പോട്ടെ ഗൈസ്, സമയം 3 മണി. ഞങ്ങള് സേലം കഴിഞ്ഞല്ലേ. വഴി കണ്ട കടയിലൊക്കെ കയറി സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും പതുക്കെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു അവിടെ എത്തിയപ്പോൾ. വിചാരിച്ച അത്ര നേരത്തെ എത്താൻ പറ്റിയില്ല. ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാൻ ബാംഗ്ലൂർ എത്തി 12 മണി കേട്ടോ. ഞങ്ങളിന്ന് ഒരു 6 മണി കഴിഞ്ഞിട്ടിപ്പോൾ എല്ലാവരും ഉറങ്ങാണ്. ഞാനൊരു ഇപ്പോൾ 12 മണിയായി. ഞാനിപ്പോൾ എനിക്ക് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. എന്നിട്ട് പറയുന്നത് എന്തോട് ചെയ്യണത്? ദോശ ഉണ്ടാക്കുന്നത് ഞാൻ. ദോശ ഗൈസ് അനുവിന്റെ ദോശ നോക്കട്ടെ നമുക്ക്. സാധനം കാണാനൊക്കെ മൊഞ്ചാണേ. ചമ്മന്തിയാണോ അത്? ഓ മൈ ഗാഡ്, കാണുമ്പോഴൊക്കെ വായിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. പക്ഷെ അനു എന്തായിരിക്കും? ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ ആയിരിക്കും. മുഖം കണ്ടിട്ട് എന്താണ് പ്രശ്നമുണ്ട് ഗൈസ്. നമുക്ക് നോക്കാട്ടെ, ഇനി തിന്ന് നോക്കാം. പുറത്തായിട്ടുണ്ട്. എന്റെ ചമ്മന്തി ഒക്കെ നന്നായി എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ? അതെ, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഗൈസ്. നിങ്ങളെ കാണിക്കട്ടെ. അങ്ങനെയൊക്കെ ജസ്റ്റ് വന്നു പോയിന്നൊക്കെ. പക്ഷെ അടിപൊളി സൂപ്പറാ, അടിപൊളി. ഒന്നും പറയാനില്ല. അതെ സൂപ്പറാണ്, നല്ല ടേസ്റ്റ്, നല്ല മണമുണ്ട്. കറക്റ്റ് വട്ടത്തിലുള്ള കറക്റ്റ് ഷേപ്പിലുള്ള ദോശ ഉണ്ടാക്കുന്നത്. എന്ത് ഓ ഇങ്ങനെ സാധിക്കുന്നത്? ഇവിടെ വന്നിട്ട് അത് പൂജ ചെയ്യാണ്. ഞാൻ കുളിക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ കുറച്ച് ഇവരൊക്കെ ഫുഡൊക്കെ സെറ്റൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇപ്പം ഇറങ്ങണം. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന വ്യക്തിയാണ് ഗൈസ് ഇത്. നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റായി ഗൈസ്, ലേറ്റായി എന്നത്തെ പോലെ. കേരള അസ്ലം സിബി ഞങ്ങൾ വ്ളോഗ് ഉണ്ടാവാറില്ല ഗൈസ്. അസ്ലം സിബി എപ്പോഴും ബിസി വിത്ത് ഫോൺ. എന്തുണ്ടെന്ന് അസ്ലം സിബി മേക്കപ്പ് ചെയ്തോന്നിരിക്കണം. പൊന്നു ഗൈസ്, ഓൾറെഡി ലേറ്റ് ആയി. എന്നിട്ട് ഇവന്മാര് നിൽക്കാൻ നോക്കൂ, ഫോട്ടോഷൂട്ട് ഒന്നും പറഞ്ഞ് നിൽക്കുന്നു. പരിപാടിക്ക് പോവാണ് ഞങ്ങള്. ഇറങ്ങും കേട്ടോ ഗൈസ്. അതെ, വെൽക്കം ടു ദ ഗൈസ്.
അവിടെ എത്തിയപ്പോൾ അവർ നമ്മളെ നന്നായി തന്നെ വെൽക്കം ചെയ്തു. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയെന്ന് അവനാണ് കേട്ടോ നമ്മളെ ഈ പ്രോഗ്രാം ഏൽപ്പിച്ചത്. പിള്ളേര് സ്റ്റേജിൽ തകർക്കുമായിരുന്നു. സൈഡിൽ നോക്കിയപ്പം പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പയ്യന്മാർ അതിനേക്കാൾ വലിയ തകർപ്പൻ പരിപാടിയിലായിരുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ. ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് പൊളിയായിരുന്നു. ഞങ്ങളേ ഒരു സാധനം കാണിച്ചിടാം. മറ്റേ പാട്ടില്ലേ സപ്പട്ടക്കവിടെ ചിന്നപ്പക്കവിടെ അത് കാണിച്ചരാട്ടോ. പിള്ളേര് ഒരു പൊളിയാണ് ഗൈസ്. വർക്ക് ഉഷാറായിരുന്നു, പിള്ളേരും ഉഷാറായിരുന്നു, നമ്മളും ഉഷാറായിരുന്നു. വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടിക്ക് നിൽക്കാത്ത കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. Thank you so much, guys. How was the party? Yes or no? One more time, yes or no? My name is DJ. My name is Thank you so much. This is us to say. Thank you, everybody. We guys just got fucked up, bro. Fucked up. ഹലോ ഗൈസ്, വർക്കൊക്കെ കഴിഞ്ഞു. വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെ നിന്ന് പടവളോ കുടുംബത്തിക്കുള്ള വരുമാനം കാശ് 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 കാശല്ല തീറ്റാത്തീറ്റെന്നൊരു വിചാരം ആർക്ക് ആണോ? എന്നെ നോക്കൂ, ഇവനെ നോക്കൂ, എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും ആരാ തിന്നുന്നതെന്ന്. കമന്റിലോ കമന്റിലോ. വളരെ അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഞങ്ങളുടെ കിംസിൽ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണിത്. ഇത്രയും നല്ലൊരു പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ഇവിടെ ഇത് ചെയ്യാൻ പറ്റുമെന്ന്, കോർഡിനേറ്റ് ചെയ്ത് നടത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദൈവഭാഗ്യത്താൽ നല്ല രീതിയിൽ തന്നെ DJ മാനിനും അവരുടെ ടീമിനും ഒരു DJ മന്നിനും അവരുടെ ടീമിനും ഒരു തംസ് അപ്പ്. ഞങ്ങൾ പാക്ക് ചെയ്തു. നമ്മൾ ക്യാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. അവന്മാരിപ്പോൾ വരും. ഇതാ കിംസ് ഹോസ്പിറ്റല്. വേണ്ട, ഇവിടെ നിന്ന് വാങ്ങിക്കാം, നമുക്ക് ഗോൾ ഗപ്പ വാങ്ങിക്കാം. പേയ്മെൻറ്റ് ചെയ്തോ. നമ്മൾ പാനിപൂരിയും ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾ കഴിക്കാൻ പോണ ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ വീട്ടിലെത്തി. രണ്ടാളെ പുറത്തേക്ക് പോയി. പിന്നെ നമ്മളിനി ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ വെച്ചു വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പം കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങുന്നു. ഇറങ്ങടാ പല്ലേക്കടാ പോയിട്ട് ശരി വിളിക്ക്. കെട്ടിങ് കിടക്കി കിടത്ത എല്ലാവരും വീട്ടിൽ പോകണം. താറ്റ ശരി അന്നോ പോട്ടെ വിളിക്ക്. വീടെത്തിയിരിക്കുന്നു ബാംഗ്ലൂർ ട്രിപ്പിന് ശേഷം. 10:15 ഗൈസ്, 10:15. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് വീട്ടിൽ പോടാ. അടുത്ത പരിപാടിക്കാണ് കേട്ടോ, മറ്റന്നാൾ കാണാം. ഇവിടെ വെച്ചേക്കണ എന്താണെന്നറിയോ? നബിദിന പരിപാടിയാണ്. ഇന്നല്ല, പ്രാക്ടീസ് ആണ് പിള്ളേര്. കാണാനില്ല. ഓക്കേടാ ബൈ. നമ്മള് വീട്ടിലേക്ക് പോണ ഗൈസ്.
ടാറ്റും ബൈബയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായത് കണ്ടത്. പിന്നെ എന്ത് ചെയ്യാൻ, അത് ശരിയാക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അവർ വീണ്ടും വന്നു. നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയി ശരിയാക്കിയിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് വീഡിയോയുടെ വ്ളോഗിൻ്റെ എൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു എനിക്കും എല്ലാവർക്കും. അപ്പം ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.